ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫാണ്. രാവിലെ മുതൽ രാത്രി വരെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞ് ഇടുന്നത് ഞാൻ വീഡിയോ ഒക്കെ കുഞ്ഞു അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വീട്ടുപണിയും എല്ലാം പിന്നെ മക്കളെ നോക്കലും ഒക്കെ പാടെ ഒത്തിരി പണി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ ചാനലും കൊണ്ട് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ കൊണ്ടാകണ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഒരു പാവം ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനും രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയി. റിൻഷിമോളും ഫാത്തിമക്കുട്ടിയും റയീസ്കുട്ടിയൊക്കെ പോയി കേട്ടോ. ബ്രിജിക്കുട്ടി മാത്രം പോയിട്ടില്ല, അവൾക്ക് നല്ല ചുമയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വിട്ടില്ല കേട്ടോ. പിന്നെ രാവിലെ എല്ലാവരും ചായ കൂടിയും നാസ്തേക്കിലൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങനെ പോയി. പിന്നെ ഫാത്തിമാനെ ഞങ്ങൾ കൊണ്ടുവിട്ട് വന്നു കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ അടുപ്പൊക്കെ അന്ന് തുടച്ചതല്ലേ, അപ്പം ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വൃത്തിയാക്കാം കേട്ടോ. പിന്നെ ചോറൊക്കെ നേരത്തെ ആയിട്ടുണ്ട്, റിൻഷിമോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതാ മൺചട്ടി അടുപ്പിൽ തന്നെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പരിപ്പ് ആദ്യം വേവിച്ചെടുത്ത് പിന്നെ കഷ്ണങ്ങളൊന്നും അധികം ഇട്ടിട്ടില്ല, ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും. അപ്പോൾ അങ്ങനെ കറി വെക്കാത്തവരുണ്ട് വെച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കായറിട്ട് വെക്കുന്നതിനെക്കാട്ടി നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. റിയാസ്കാർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കഷ്ണമൊന്നും ഇടാറില്ല. ഇടുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കറി ഇതാ അടുപ്പത്തായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചകിരിയും വിറകും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വിറകൊക്കെ കിട്ടുന്നതുകൊണ്ട് അടുപ്പൊക്കെ കത്തിച്ച് ഇങ്ങനെ പോകാനായിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഒന്നായി കുറേ കുപ്പകളുള്ള കാരണം ഒന്ന് കത്തിച്ച് വിടാൻ നോക്കിയതാട്ടോ. നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇതായപ്പോൾ ഞാൻ വേഗം കെടുത്തും ചെയ്തു. പേടിച്ചിട്ട് വേഗം കെടുത്തിയിട്ടാണ്, കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ ഇടൂല കേട്ടോ തീയൊന്നും, ഞാൻ ഇടലില്ല, ആദ്യമായിട്ടൊന്ന് ഇട്ട് നോക്കിയതാണ്. എനിക്ക് തീയിടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇടൂല. പിന്നെ നിറയെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊന്ന് ഇട്ട് നോക്കിയപ്പം മൊത്തത്തിൽ പിടിക്കാൻ തുടങ്ങിയപ്പം ഞാൻ വേഗം വെള്ളം കൊണ്ട് കെടുത്തി വിട്ടതാണ് കേട്ടോ. പിന്നെ ഇതാ അകംകൊലയൊക്കെ ഒന്ന് അടച്ചു വിടുകയാണ്. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ തോരട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ഈ കണ്ടതന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കൂലേ? ബോറടി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഗൈസ്. അപ്പോൾ മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റി പിടിക്കാനൊന്നും ഇല്ല. പിന്നെ ഞാൻ എനിക്ക് കാണുന്ന പോലെയൊക്കെയുള്ള വീഡിയോസും ഷോർട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മിനിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതായിട്ടുണ്ട്. അത്ര വലിയ VIP കളൊന്നും അല്ല, നമ്മളൊരു സാധാരണ പാവപ്പെട്ട ഒരു സാധാരണ ഫാമിലി കേട്ടോ. നമ്മുടെ പാലക്കാട് നാട്ടിൻപുറത്തൊക്കെ ഉള്ള പോലെ ഉള്ള ആളുകളാട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മാത്രം. ഇടയ്ക്ക് വർത്താനം പറയുമ്പോൾ തെറ്റിപ്പോണം കേട്ടോ. എന്താ പറയേണ്ടി ഏതാ പറയേണ്ടിയെന്ന് ചടപടയെന്ന് വർത്താനം പറയും. ചിലർക്കത് ഇഷ്ടാവും, ചിലർക്കത് ഇഷ്ടാവില്ല. ഞാനിങ്ങനെ കേട്ടോ, കണ്ടത് വേഗം ചെടുന്ന് പറയും. ചിലർക്കത് പറ്റും, ചിലർക്ക് പറ്റൂല. മനസ്സിലൊന്നും വെക്കില്ല കേട്ടോ, ഉള്ളത് ഓപ്പണായിട്ട് പറയും, ചോദിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരാളാണ് ഞാൻ. വർത്താനം പറയാൻ ആളെ കിട്ടിയ പിന്നെ വിടൂല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എല്ലാവരും എൻ്റെ അടുത്ത് നല്ല സംസാരിക്കാനൊക്കെ വരും. പിന്നെ നമുക്കിതാ ചാനൽ തുടങ്ങിയ ശേഷം ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലർ നമ്മൾ ഫോൺ നമ്പറൊക്കെ ഇട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയതാണ് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്ക്. നമ്മളൊരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കാനും ഒക്കെ നിറയെ ആളുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് അരച്ച് കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ മാത്രം ഒന്ന് കൂട്ടി കൊടുത്താൽ. അപ്പോൾ റഹീസ് കുട്ടിക്ക് ഇങ്ങനെ കറി വെച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റഹീസ് കുട്ടിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്.
പിന്നെ എനിക്കാണ് പരിപ്പിനോട് കുറച്ച് ബാക്ക്. മീനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോഴത്തേനും നമ്മുടെ ഐസിൻ്റെ സൗണ്ട് കേട്ട ബ്രിജുക്കുട്ടി ഐസ് വേണമെന്നിട്ട് ഒരേ കരച്ചിൽ കേട്ടോ. ഐസ് നിറക്കണം നോക്കട്ടെ. അതിൽ ഇതാകുമ്പോൾ നീ പിടിച്ചിങ്ങനെ കഴിക്കാൻ എനിക്ക് കാണാൻ പറ്റുമോ? ഇതാണ് റജിക്കുട്ടിക്ക് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ, കൈ തണുക്കൂല. അപ്പോൾ ഏതായാലും ചൂടല്ലേ എന്ന് പറഞ്ഞ് ഞാനും ഒരു കുട്ടിയായി കേട്ടോ, ഐസൊക്കെ തിന്നണ ഒരു കുട്ടിയായിക്കും. എനിക്ക് ഭയങ്കര ഐസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടിയായി ഇപ്പം ഞാനും. അങ്ങനെ ഇതാ ഐസൊക്കെ കഴിച്ച് റജിക്കുട്ടി ചോക്കോബാർ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവളുടെ ഇത് എനിക്ക് തന്നു. അപ്പോൾ ഇതാ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ വെച്ചപ്പോൾ ആ മൊത്തത്തിൽ കുറച്ച് വറ്റിപ്പോയിട്ടോ കറി. വറ്റിയപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയെന്ന് മാത്രം. അപ്പോൾ ഇത് ഇനി കടുകൊന്നും ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറിൻ്റെ റെസിപ്പി. പരിപ്പും തക്കാളിയും ഉള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് വേവിക്കുക, തേങ്ങ കൂട്ടുക, പിന്നെ പുളിപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് കൈപ്പുളിയൊക്കെ ഒഴിക്കാം കേട്ടോ. മാങ്ങ ഇടുക, പുളി ഇല്ലെങ്കിൽ മാങ്ങ ഇട്ടാലും മതി, നന്നായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പരിപ്പിൻ്റെയും മാങ്ങൻ്റെയൊക്കെ മണമൊക്കെ തന്നെ സൂപ്പർ കേട്ടോ. പിന്നെ അച്ചാറും പപ്പടമൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് അങ്ങനെ പോട്ടെ. പിന്നെ ഞാൻ ഫാത്തിമക്കുട്ടിനെ കൊണ്ട് വിട്ടിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചേച്ചീൻ്റെ അമ്മ ഒരു മാങ്ങ തന്നു കേട്ടോ. അവൻ്റെ വീട്ടിൽ മാങ്ങ മരം ഉണ്ട്. അപ്പോൾ കൊണ്ടുവിട്ട് വരുമ്പോൾ ഒരു മാങ്ങ തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യത്തിന് മറന്നു, റിയാസ്ഖാൻ്റെ വണ്ടി വെച്ച് മറന്നു കേട്ടോ. പിന്നെ റിയാസ്ഖ കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പോയിരിക്കണു. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കണ്ടത്. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് മുറിച്ചപ്പോൾ നോക്കും, നല്ല മധുരം കേട്ടോ. നല്ല പുളിപ്പും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണേ തന്നുള്ളൂ കേട്ടോ, ഒരെണ്ണേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പകുതി ജസ്റ്റ് കുറച്ച് കേടുണ്ട്. അപ്പോൾ അത് ഞാൻ മുറിച്ച് മാറ്റി കളഞ്ഞിട്ട് ഞാനും റജിക്കുട്ടി ഉണ്ട്. അപ്പോൾ റജിക്കുട്ടിക്ക് ഒരു തുണ്ട് കൊടുത്ത് ഞാനും ഒരു തുണ്ട് കഴിച്ച് ബാക്കി റിയാസ്ക്കാക്ക് കൊടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മാങ്ങയിൽ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിച്ചാൽ നന്നായിരിക്കും. പക്ഷെ ഞാൻ മുളക് പൊടിയൊന്നും ഇടാൻ നിന്നില്ല കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ പീസ് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ചിലവർ മാങ്ങയും കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കില്ലേ, എനിക്കതൊന്നും അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മാങ്ങ പുളിശ്ശേരിയോ എലിശ്ശേരിയോ അങ്ങനെ എന്താ പറയുന്നത്. പക്ഷെ ഇതുവരെ അതൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ. അപ്പം മാങ്ങ കിട്ടിയാൽ വെറുതെ മുളകിട്ട് കഴിക്കും, അച്ചാറിടും. അല്ലെങ്കിൽ ഇങ്ങനെ പഴുത്തതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നോക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഇരുന്ന് സാപ്പിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാനൊന്നുമില്ല, അടിപൊളി. അപ്പോൾ ഒരു തുണ്ടേനെ കഴിച്ചുള്ളൂ കേട്ടോ, ഒരു പീസ് മുറിച്ച് ഒരു തുണ്ടേനെ കഴിച്ചുള്ളൂ. പിന്നെ റജിക്കുട്ടിക്ക് ഒരു തുണ്ട് കൊടുത്തു ആൾ ചോദിച്ചപ്പം. പിന്നെ ബാക്കി റിയാസ്ക്കാക്ക് എടുത്ത് വെച്ചു. റിയാസ്ക്കാക്ക് ഇഷ്ടമാണ് പഴുത്ത മാങ്ങയൊക്കെ. പിന്നെ ഇനിയിപ്പോൾ മാങ്ങ സീസണും തണ്ണിമത്തൻ സീസണൊക്കെ അല്ലേ, ഓരോ സമയത്ത് ഓരോന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മാങ്ങയും ചക്കയൊന്നും അധികം കിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ റിയാസ്ക്ക് വന്ന് ചോറേക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫാത്തിമാനെ വിളിക്കാൻ പോവുകയാണ്, ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോകട്ടെ. ഇത് നമ്മുടെ അടുത്തുള്ള അമ്പലം തുണിക്കടയൊക്കെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ഫാത്തിമക്കുട്ടിനെ വിളിച്ചിട്ട് വന്ന് അവൾ പിന്നെ ഇങ്ങനെ ഒന്ന് ഇരിക്കും കേട്ടോ. ഇരുന്ന് കുറച്ച് നേരം പിന്നെ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ ഇത്തിരി നേരം അങ്ങനെ കിടക്കും. വന്നത് ഇത്തിരി ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കും, പാലോ ചായയൊക്കെ. പിന്നെ ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം 2 ദിവസം വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരം വെള്ളം വന്നപ്പോൾ ഒന്ന് ഓസിട്ട് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ചായ വെച്ച് കൊടുത്തു. റിൻഷിമോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, റൈസൊക്കെ. പിന്നെ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞ് ഓസൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ പൈപ്പ് ഫ്രണ്ടിലാക്കിയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓസ് രാവിലെയും വൈകിട്ടും ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം. ആദ്യമൊക്കെ ബാക്കിലായിരുന്നു കേട്ടോ പൈപ്പ്. പിന്നെ കണക്ഷൻ മാറ്റിയപ്പോൾ അത് ഫ്രണ്ടിലേക്കാക്കി. പിന്നെ അത് ഫ്രണ്ടിൽ തന്നെ ആയിപ്പോയി. പിന്നെ ഞാൻ ഓസ് വാങ്ങിയിട്ട് ഇടാൻ അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെ എന്നിട്ടും വെള്ള ബില്ലിനൊന്നും കുറവൊന്നുമില്ല കേട്ടോ, വരുന്നതൊക്കെ ബില്ല് വരുന്നുണ്ട്. പിന്നെ ഇതാ ചെടിക്ക് വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു. പിന്നെ തീയിടേണ്ട പൂതി മാറിയിട്ട് എനിക്ക് അന്നത്തോടെ. പിന്നെ അടിച്ച് കൂട്ടി അവിടെ അങ്ങനെ കൂട്ടി വെക്കുക എന്നല്ലാണ്ട് വേറൊന്നും ഞാൻ ചെയ്യൂല. പിന്നെ മുറ്റമൊക്കെ തന്ന് എപ്പോഴും അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചപ്പും ചവറും കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ എനിക്ക് മുറ്റം അടിച്ചില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്. അപ്പോൾ ആണ പോലെയൊക്കെ മുറ്റം അടിച്ചു വിടും. പിന്നെ മുറ്റം ഒരു ദിവസം അടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തികേട് പോലെ തോന്നും കേട്ടോ.
പിന്നെ നമ്മുടെ ടിക്കൂനുള്ള ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് റിയാസ്ക്ക് അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോൾ റിയാസ്ക്ക് വരുമ്പോഴും നമ്മുടെ ടിക്കു റിയാസ്ക്കാൻ്റെ പിന്നാലെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ വെള്ളം പിടിക്കലും മുറ്റടിക്കലും ചായ കുടിയൊക്കെ ചായ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ റഹീസ് പുറത്ത് കളിക്കുന്നുണ്ട്, അങ്ങോട്ട് സൈക്കിൾ ഓട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവനൊന്ന് പോയി തിരഞ്ഞു നോക്കണം. അവൻ അങ്ങോട്ട് പോയി അവൻ്റെ ഫ്രണ്ടും പാടെ കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ഒന്ന് തിരയണം പോയിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ റോട്ടിലേക്ക് പോകും അവൻ. പിന്നെ ചായ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ട് വേണം കുടിക്കാൻ. വരുന്നുണ്ട്. ആ എവിടേക്കാടാ പോയത്? നിന്നെ കാണാനില്ല പറഞ്ഞ് തെരഞ്ഞിട്ട് വരികയാണ് ഞാൻ. ആര്? നീ അവിടെ എത്തിയ പോയിട്ട് ഇതാ വരുന്നു സാൽവി. കിളികൾ നോക്ക് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇതല്ല കുറേ കുരുവികൾ സൗണ്ട്. നല്ല രസമാണല്ലേ ഇതിൻ്റെ സൗണ്ട്. നടക്ക് പോവാ. വന്നു കാണാല്ല പറഞ്ഞിട്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞ് ഒന്നും കൊടുത്ത് അങ്ങനെ വന്നാണ്. കിളികളുടെ സൗണ്ടൊക്കെ നല്ല രസമുണ്ട് അല്ലേ? വൈകുന്നേരം ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെട്ടാ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാം. ഒറ്റക്കൊരു മടിയാണ് നടക്കാൻ. ഇവിടെ ഓട്ട് മെല്ലെ പോ പറഞ്ഞാ കേക്കില്ല മക്കള്. ഇവിടെ ഓട്ട് പറഞ്ഞ നോക്ക് അവിടെ പോയി ഓട്ട്. ഇങ്ങനെ റോഡ് പടിപൊളിയാക്കിയപ്പോൾ എനിക്ക് നല്ല സുഖം വണ്ടി ഇങ്ങനെ ഓട്ടാൻ. എന്താ രസമല്ലേ കിളികളുടെ സൗണ്ട് ഇങ്ങനെ രാവിലെ ഈ നേരത്തോടെ ഇതിൻ്റെ ഒച്ചമ്പിളി. ചായ കുടിക്കട്ടെ മക്കളെ, ഒഴിച്ച് വെച്ചിട്ട് കുറേ നേരമായി. ചായ കുടിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുക്കും കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വെള്ളം എടുക്കും. അപ്പം ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പത്തിനും വാങ്ക് വിളിച്ചിട്ടില്ല. ഒരു 6:30 ആവാനായിട്ട്. അപ്പോൾ റിൻഷിമോള് മദ്രസക്ക് പോകാൻ സമയമായി. അപ്പോൾ അവൾ പോകും കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും റിയാസ് കേട്ടോ കൊണ്ടാക്കുക. അപ്പോൾ റിയാസ് ഖാനെ കാണാനില്ലാത്തതുകൊണ്ട് അവൾ ഫ്രണ്ടിൻ്റെ കൂടെ നടന്നു പോകാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ രാത്രി ആയിട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ഇന്ന് റിയാസ്ക്ക് കുട്ടികൾക്ക് പൊറോട്ട വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും പൊറോട്ട കേട്ടോ രാത്രി കഴിച്ച്. പിന്നെ അങ്ങനെ കഴിച്ച് ഇനി കിടക്കുക തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതാ മുട്ടക്കറിയും പൊറോട്ടയൊക്കെ കഴിക്കാൻ പോകട്ടെ ഞങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.